എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ അള്ളാഹു നൽകിയ ഒരു കാറ്റഗറിയില്ലേ? അള്ളാഹു നൽകിയ ഒരു കാറ്റഗറിയില്ലേ നമുക്ക് ചിന്തിക്കാൻ മാത്രം? അള്ളാഹു രണ്ട് കാറ്റഗറിയെ മുഴുവനും നരകക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ്. പാവപ്പെട്ട നമ്മൾ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ നരകത്തിലേക്ക് എഴുതി വെക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുന്നവരാണ് റബ്ബ് കാറ്റഗറി. മറ്റൊരു വിഭാഗമുണ്ട് യെല്ലോ കാറ്റഗറി. അവര് സാധാരണക്കാരാണ്, നമ്മളെപ്പോലുള്ള മുസ്ലിമീങ്ങളാണ്. അള്ള ഉദ്ദേശിച്ചാൽ തെറ്റിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾ, അള്ള ഉദ്ദേശിച്ചാൽ അവന്റെ ഫദ്ല് കൊണ്ട് പുറത്തു കൊടുത്ത് സ്വർഗത്തിലേക്ക് പോയേക്കാം. ഇല്ലെങ്കിൽ അവരും നരകത്തിലാണ്. അള്ള കാത്തുരക്ഷിക്കട്ടെ. മറ്റൊരു വിഭാഗമുണ്ട് അഹ്ദർ. അവരാണ് മുഅ്മിനീങ്ങൾ, ഹസനാത്ത് വർദ്ധിച്ച മുഅ്മിനീങ്ങൾ. അവര് സ്വർഗത്തിൽ പോകും ഇൻഷാ അല്ലാഹ്. മറ്റൊരു വിഭാഗമുണ്ട് എക്സലന്റ്. അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അവരെങ്ങനെയായാലും സ്വർഗത്തിൽ തന്നെയാണ്. അവരാണ് അമ്പിയാക്കളും സിദ്ദീഖീങ്ങളും ഒക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർക്കത്തുകൊണ്ട് നമ്മെ അത്തരം കൂട്ടത്തിൽ അഹ്ദരീങ്ങളിലെങ്കിലും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ആരും അത് ചിന്തിക്കാറില്ല. ദുനിയാവിൽ ഒരു വഡ് കാറ്റഗറി വന്നപ്പോഴേക്ക് നാം സടകുടങ്ങേറ്റു. നമ്മുടെ ജീവിതത്തിന്റെ ചിന്ത മുഴുവനും അതായി. എന്തുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജനങ്ങൾക്ക് അവരുടെ കാറ്റഗറി തിരിക്കുന്ന സമയം അടുത്തിരിക്കുന്നു. അതല്ലേ അതിന്റെ അർത്ഥം? അവർ റെഡിനാണോ പെട്ടത്, അല്ല യെല്ലോയാണോ, അതല്ല ഗ്രീനാണോ, അതുമല്ല എക്സലന്റ് ആണോ എന്ന് തീരുമാനിക്കുന്ന സമയം. അത് നമ്മോടാണ് ഖുർആൻ സംവദിക്കുന്നത്. ഏതൊരു പുതിയ വാർത്ത കേൾക്കുമ്പോഴും നമ്മെ ചിന്തിപ്പിക്കുന്ന, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിപ്പിക്കുന്ന എന്ത് വാർത്തകൾ കിട്ടിയാലും അവർ കേൾക്കും. പക്ഷേ ഇപ്പോഴും അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഖുർആൻ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇങ്ങനെയൊക്കെ മനുഷ്യന് പാഠം നൽകിയിട്ടും അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ഞാൻ വിട്ടുവെച്ച് തന്നിട്ടുണ്ട്. ഒന്ന് മൗനിയാണ്, ഒന്ന് സംസാരിക്കാത്ത സാധനമാണ്. ഒന്ന് സംസാരിക്കുന്ന സാധനമാണ്. സംസാരിക്കുന്ന സാധനം വിശുദ്ധ ഖുർആനാണ്. മൗനിയായ മുന്നറിയിപ്പുകാരൻ മരണമാണ്. ഈ രണ്ട് കാര്യവും പോലെ മനുഷ്യന് ചിന്തിക്കാൻ. പക്ഷേ ഇതൊക്കെ കേട്ടാലും അവരിപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഹൃദയം അശ്രദ്ധയാണ്, ഹൃദയം അശ്രദ്ധമായി പോയവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെ വെച്ച് വിലപിച്ചതുകൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മനുഷ്യന്മാര് വിലപിക്കുന്ന, മരണം വരുന്ന സമയത്ത് വിലപിക്കുന്ന സമയം, ആ ഡോറൊന്നുകൊണ്ട് അസ്റായീൽ വിട്ടുന്ന സമയത്ത് മനുഷ്യൻ വിലപിക്കും. റബ്ബിർജൂനി, നാദാ എന്നെ ഒന്ന് നീ തിരിച്ചേക്കൂ, എന്നെ ഒന്ന് തിരിച്ചേക്കൂ. ലഅല്ലി അഅമലു സ്വാലിഹ, ഞാൻ നല്ലത് ചെയ്തുകൊള്ളാം, നല്ല കർമ്മങ്ങൾ ചെയ്തുകൊള്ളാം. പക്ഷേ അല്ല പറയുന്നു, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് വെറും ഒരു വായ്പാരിയാണ്, വെറും ഒരു പറച്ചിലാണത്, ഫലം ചെയ്യാൻ പോകുന്നില്ല. എന്താണ് അല്ലാഹ് മറ്റൊരായത്തിൽ അവിടെ പറയുന്ന മറുപടി പറയുന്നു, ഖാല ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂനി, ഇഖ്സഊ ഫീഹാ, നിങ്ങൾ ആ നരകത്തിൽ നിന്ദരായിക്കൊണ്ട്, വഷളായിക്കൊണ്ട്, മോശമായിക്കൊണ്ട് കഴിഞ്ഞുകൂടി, വലാ തുകല്ലിമൂനി, നിങ്ങൾ എന്നോട് മിണ്ടിപ്പോകണ്ട. ാലിക്കാരപ്പ് പറയുന്നു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനത്തെ ഒരു മറുപടി കേൾക്കാൻ ഒരിക്കലും അല്ലാഹു നമുക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ ഭാര്യ മക്കൾക്കോ വിധി നൽകാതിരിക്കട്ടെ. എന്താണ് അല്ലാഹു തആല പറയുന്നത്? ആ നരകത്തിൽ നിങ്ങൾ നിന്നരായി കഴിഞ്ഞുകൂടൂ. വലാ തുകല്ലിമൂനി, നിങ്ങൾ എന്നോട് മിണ്ടരുതിട്ടോ. അല്ലാഹു മിണ്ടണ്ടായെന്ന് പറഞ്ഞ പിന്നെ എന്ത് ചെയ്യും സഹോദരന്മാർ? എന്ത് മാർഗമാണുള്ളതും? അല്ലാഹു തആല പറയുന്നു, വലാ തുകല്ലിമൂനി, നിങ്ങൾ എന്നോട് മിണ്ടിപ്പോകരുത് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആയത്താണ്. നിങ്ങൾ മുറിവിട്ട് നോക്കൂ. നിങ്ങൾ നിന്നരായി നരകത്തിൽ കഴിഞ്ഞുകൂടൂ, നിങ്ങൾ എന്നോട് ഇനി മിണ്ടാൻ പാടില്ലെന്ന്. ആ വിധി എന്നാണ് വന്നുപോയാൽ, ആ ഒരവസ്ഥ വന്നുപോയാൽ എന്തൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ റജബ് മാസം അതിന് പരിഹാരമാണ്. പരിശുദ്ധ ശഅബാൻ മാസം അതിന് പരിഹാരമാണ്. നമ്മുടെ കാറ്റഗറി അത് അഖ്ദറിൽ പഠനം ചുരുങ്ങിയത്, അത്